അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ള ഒരു മീഷോ ഹോളുമായിട്ടാണ്. വേറെ ഒന്നുമല്ല, ഞാൻ മീഷോയിൽ നിന്ന് റീസെന്റ് ആയിട്ട് കുറച്ച് ലെഹങ്കാസ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന്റെ ഒരു കുട്ടി വീഡിയോ ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. ഇതിൽ ഒന്നും രണ്ടും അല്ല, ഒരു 4 ലെഹങ്കയാണുള്ളത്. അതിൽ അൺസ്റ്റിച്ചഡ് ഉണ്ട്, റെഡിമെയ്ഡ് ഉണ്ട്, സെമി സ്റ്റിച്ചഡ് ഉണ്ട്, അങ്ങനെ എല്ലാം കൂടെ കലർത്തിയ ഒരു കുട്ടി ഹോൾ വീഡിയോ ആണിത്. അപ്പൊ നമുക്ക് ഒന്നാമത്തെ ലെഹങ്ക നോക്കാം. ഇതിനെ നമുക്ക് ലെഹങ്കയെന്നോ ധാവണിയെന്നോ ഹാഫ് സാരിന്നോ അങ്ങനെ എന്ത് വേണമെങ്കിലും പറയാം. ഇതൊരു ഫുൾ സ്റ്റിച്ചഡ് ആയിട്ട് വരുന്ന ഒരു ഹാഫ് സാരിയാണ്. ഇതിന്റെ കുട്ടി ഒരു അൺബോക്സിംഗ് ഷോർട്ട് വീഡിയോ നമ്മുടെ ചാനലിൽ ഇതിനു മുമ്പ് ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇത് ഫുൾ സ്റ്റിച്ച് ചെയ്ത് വരുന്ന ഒരു ധാവണിയാണ്. ഇതാണ് ഇതിന്റെ ബ്ലൗസ്, ഫുൾ സ്റ്റിച്ചഡ് ആണ്. ബാക്കിൽ ഒരു കെട്ടൊക്കെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ബാക്ക് ഓപ്പൺ ആണ് വന്നിട്ടുള്ളത്, ബട്ടൺ ലോക്കാണ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഇച്ചിരി വൈഡ് ആയിട്ടുള്ള ബാക്ക് നെക്ക് ആണ് വന്നിട്ടുള്ളത്. അതുപോലെ 3/4 സ്ലീവ് ആണ് വന്നിട്ടുള്ളത്. സ്റ്റിച്ചിങ് ഒക്കെ വെച്ച് നോക്കുവാണെന്നുണ്ടെങ്കിലും നല്ല സ്റ്റിച്ചിങ് ആയിരുന്നു, കുഴപ്പമില്ല, അടിപൊളി സ്റ്റിച്ചിങ് ആയിരുന്നു. ഇതാണ് അതിന്റെ പാവാട വന്നിട്ടുണ്ടായിരുന്നത്. ഇതും ഫുൾ സ്റ്റിച്ചഡ് ആയിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. അതേപോലെ തന്നെ ബ്ലൗസിന്റെ സെയിം മെറ്റീരിയലും സെയിം കളറും ആയിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. താഴ്ഭാഗത്തായിട്ട് നല്ല ഗോൾഡൻ കളറിലെ വീതിയുള്ള നല്ല പടിയായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. കാണാൻ തന്നെ നല്ല ഭംഗിയായിരുന്നു. ഉള്ളിൽ ലൈനിങ് ഒക്കെ കൊടുത്ത് നല്ല വിരിവുള്ള പാവാടയായിരുന്നു. അത്യാവശ്യം നല്ല ലെങ്തും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. ഇത് നമ്മൾ മീഷോയിൽ നിന്ന് വാങ്ങിക്കാൻ നോക്കാൻ നേരത്ത് നമുക്ക് ഫ്രീ സൈസ് എന്നുള്ള രീതിയിലായിരിക്കും കിട്ടുന്നത്. അപ്പൊ ചെറിയ ലൂസോ അങ്ങനെ എന്തെങ്കിലും കാണും. അപ്പൊ നമുക്കത് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് ഷേപ്പ് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. പിന്നെ ഇതാണ് അതിന്റെ ദുപ്പട്ട വന്നിട്ടുണ്ടായിരുന്നത്. കുറച്ച് ലെങ്ത് കുറവാണെങ്കിലും കുഴപ്പമില്ല, നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇട്ട് കഴിഞ്ഞപ്പോൾ ഇതേപോലായിരുന്നു ഉണ്ടായിരുന്നത്. നമുക്ക് റെഡി ടു വെയർ ആയിട്ട് വാങ്ങിക്കാൻ പറ്റുന്ന നല്ല അടിപൊളി ലെഹങ്കയാണ് ഇത്. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. അപ്പൊ ഇതാണ് നമ്മുടെ രണ്ടാമത്തെ ലെഹങ്ക വരുന്നത്. നല്ല ഹെവി ആയിട്ട് തന്നെയുള്ള ഒരു ലെഹങ്കയാണ്. ഇത് സിൽക്ക് മെറ്റീരിയലിൽ വരുന്ന ഒരു സെമി സ്റ്റിച്ചഡ് ആയിട്ടുള്ള ലെഹങ്കയാണ്. ഈ ഫോട്ടോയിൽ എങ്ങനെയാണോ കാണുന്നത് അതുപോലെ തന്നെയാണ് ഈ ലെഹങ്ക വന്നിട്ടുള്ളത്. ഇതിന്റെ സ്കേർട്ട് നോക്കിക്കഴിഞ്ഞാൽ തന്നെ ഹെവി ആയിട്ടുള്ള പ്ലീറ്റ് ആണ് വന്നിട്ടുള്ളത്. അതേപോലെ സൈഡിൽ ഇതേപോലെ കെട്ടും സിബും ഒക്കെ വരുന്നുണ്ട്. താഴ്ഭാഗത്തോട്ട് നോക്കിക്കഴിഞ്ഞാൽ നല്ല അടിപൊളി പ്രിന്റ് വർക്ക് ആണുള്ളത്. അതേപോലെ ഹെവി ആയിട്ടുള്ള ലൈനിങ്ങും ബോർഡറും ഒക്കെ കൊടുത്തിട്ടുണ്ട്. മെറ്റീരിയൽ ആണെങ്കിലും സ്റ്റിച്ചിങ് ആണെങ്കിലും ഒക്കെ നല്ല അടിപൊളി ക്വാളിറ്റി ആണ്. ഫ്രീ സൈസ് ആയതുകൊണ്ട് തന്നെ ഏത് സൈസിലുള്ളവർക്കും സൈഡിൽ കെട്ട് വെച്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് യൂസ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇതാണ് എന്റെ ബ്ലൗസ് വരുന്നത്. ബ്ലൗസ് സ്റ്റിച്ച് ചെയ്തല്ല വരുന്നത്, സെമി സ്റ്റിച്ചഡ് ആയതുകൊണ്ട് തന്നെ ബ്ലൗസ് പീസ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. നല്ല അടിപൊളി മെറ്റീരിയൽ ക്വാളിറ്റി ആണ്. ആ പ്രിന്റ് വർക്കൊക്കെ തന്നെ കാണാൻ തന്നെ നല്ല ഭംഗിയാണ്. ബ്ലൗസ് പീസായിട്ട് വന്നിട്ടുള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇഷ്ടമുള്ള പോലെ നമുക്ക് തയ്ച്ചെടുക്കാനായിട്ട് പറ്റും. ബ്ലൗസിന്റെ സ്കേർട്ടിന്റെ കളർ അല്ല ദുപ്പട്ടയ്ക്ക് വന്നിട്ടുള്ളത്. നല്ല ചെറുപയർ പച്ച കളറിൽ ഇതേപോലെ പ്രിന്റ് വർക്ക് ഒക്കെ ആയിട്ട് നല്ല അടിപൊളി ദുപ്പട്ട തന്നെയാണ്. പിന്നെ പറയേണ്ട കാര്യമില്ലല്ലോ, ദുപ്പട്ടയ്ക്ക് കുറച്ച് ഇറക്കം കുറവാണ്. അപ്പൊ അടുത്തത് ഈ ലെഹങ്കയാണ്. ഈ ഫോട്ടോയിൽ കാണുന്ന എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് ഇത് വന്നിട്ടുള്ളത്. മെറ്റീരിയൽ ക്വാളിറ്റി നോക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് അത്ര അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. എന്തോ പന്ന തുണി കണക്കാണ് എനിക്ക് ഫീൽ ചെയ്തത്. എന്തോ പിഞ്ചിയ പോലെയൊക്കെ ഒരു അങ്ങനെ കംഫർട്ടബിൾ ആയിട്ട് തോന്നിയില്ല. അത് ഒഴിച്ചു കഴിഞ്ഞാൽ സ്കേർട്ട് അങ്ങനെ വലിയ കുഴപ്പമൊന്നുമില്ല. നല്ല പ്ലീറ്റഡ് ഒക്കെയാണ് വന്നിട്ടുള്ളത്. അടിയിൽ ലൈനിങ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ നല്ല വിരിവൊക്കെ ഉള്ള സ്കേർട്ട് തന്നെയാണ്. എനിക്ക് ഇതിന്റെ കളറാണ് കൂടുതൽ ഇഷ്ടപ്പെട്ടത്. അപ്പൊ കളറ് കണ്ട് ഇഷ്ടപ്പെട്ടിട്ടായിരുന്നു ഞാനിത് വാങ്ങിച്ചത് തന്നെ. പക്ഷെ മെറ്റീരിയൽ ക്വാളിറ്റി വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഒട്ടും തന്നെ അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. ദുപ്പട്ടയുടെ സ്റ്റിച്ചൊക്കെ ആണെങ്കിൽ ഒട്ടും നല്ലതല്ലായിരുന്നു. ഇത് ഇതേപോലെ സൈഡിലൊക്കെ നൂലൊക്കെ പൊങ്ങി നിൽക്കുന്ന രീതിയിലായിരുന്നു ഉണ്ടായിരുന്നത്. കളർ കൊണ്ടാണെങ്കിലും പാറ്റേൺ കൊണ്ടാണെങ്കിലും എല്ലാം നല്ല ഭംഗിയൊക്കെ തന്നെ ഉണ്ടായിരുന്നു. പക്ഷേ എന്തോ അതിന്റെ മെറ്റീരിയൽ എനിക്ക് അത്ര അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. പിന്നെ പറയാതിരിക്കാൻ പറ്റില്ല, ദുപ്പട്ടയ്ക്ക് അത്യാവശ്യം നല്ല ഇറക്കം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ബ്ലൗസ് പീസ് നോക്കുകയാണെങ്കിൽ അതിന്റെ മെറ്റീരിയൽ ക്വാളിറ്റി ഒട്ടും കൊള്ളത്തില്ലായിരുന്നു. പക്ഷെ അതിന്റെ കളർ കോമ്പിനേഷൻ ഒക്കെ കാണാനായിട്ട് അടിപൊളിയായിരുന്നു. ബ്ലൗസ് പീസ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ എങ്ങനെ വേണേലും സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും. നമ്മുടെ കംഫർട്ടബിൾ അനുസരിച്ച് നമുക്ക് എങ്ങനെയാണോ ഇഷ്ടം ആ രീതിയിൽ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും. കാണാനായിട്ട് നല്ല ഭംഗിയൊക്കെ തന്നെയായിരിക്കും. പക്ഷേ മെറ്റീരിയൽ നല്ലതല്ലാത്തതുകൊണ്ട് പെട്ടെന്ന് തന്നെ പിഞ്ചി പോകാനായിട്ട് ചാൻസ് കൂടുതലാണ്. അല്ലെ തന്നെ അതിന്റെ ഒരു മെറ്റീരിയൽ ഒരു പിഞ്ച് കണക്കത്തെ ഒരു പഴയ ഒരു മെറ്റീരിയൽ കണക്കാണ് എനിക്ക് ഫീൽ ചെയ്തത്. അപ്പൊ നമുക്ക് അടുത്തൊരു ലെഹങ്ക നോക്കാം. ഇത് ഫുൾ അൺസ്റ്റിച്ചഡ് ആയിട്ട് വരുന്ന ഒരു ലെഹങ്കയുടെ മെറ്റീരിയൽ ആണ്. അപ്പൊ ഇതിന്റെ ഒരു അൺബോക്സിംഗ് വീഡിയോ ഓൾറെഡി നമ്മുടെ ചാനലിൽ ഞാൻ ഇതിനു മുമ്പ് ഒരു ഷോർട്ട് വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കിയാൽ മതി. ഇതിന്റെ മെറ്റീരിയൽ എങ്ങനെയാണ് വന്നിട്ടുണ്ടായിരുന്നത് എന്നല്ല ആ വീഡിയോയിൽ വ്യക്തമായിട്ട് കാണിക്കുന്നുണ്ട്. ഫുൾ മെറ്റീരിയൽ ആയതുകൊണ്ട് തന്നെ ഇത് ഞാൻ പുറത്തു കൊടുത്ത് തയ്പ്പിക്കുമായിരുന്നു ചെയ്തത്. മെറ്റീരിയൽ ക്വാളിറ്റി വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ലായിരുന്നു, നല്ല അടിപൊളി മെറ്റീരിയൽ ഒക്കെ തന്നെയാണ്. സ്കേർട്ടിന് അടിഭാഗത്തായിട്ട് നല്ല ഹെവി ബോർഡർ ഒക്കെ വെച്ച് നല്ല അടിപൊളിയായിട്ട് തന്നെയായിരുന്നു മെറ്റീരിയൽ വന്നിട്ടുണ്ടായിരുന്നത്. ഞാനിത് ഓർഡർ ചെയ്യാൻ നേരത്ത് മീഷോയ്ക്കകത്ത് കാണിച്ചിരുന്ന പോലെ അല്ലായിരുന്നു എനിക്ക് കിട്ടിയപ്പോൾ ഉണ്ടായിരുന്നത്. മെറ്റീരിയൽ ഒക്കെ ഒരേപോലൊക്കെ തന്നെയായിരുന്നു. പക്ഷെ കളറിൽ എന്തോ ഒരു വ്യത്യാസമുള്ള പോലെ എനിക്ക് ഫീൽ ചെയ്തു. മീഷോയിൽ ഈ ഫോട്ടോ കണ്ടപ്പോഴേക്കും എനിക്ക് ഫീൽ ചെയ്തത് ഒരു ബ്രൗൺ കളറായിട്ട്, അതായത് ദുപ്പട്ടയ്ക്കാണെങ്കിലും ബ്ലൗസിനാണെങ്കിലും ഒരു ബ്രൗണിഷ് കളറായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. അത് കണ്ടിട്ടാണ് ഞാൻ വാങ്ങിച്ചത് തന്നെ. പക്ഷെ വന്നപ്പോഴേക്കും പാവാടയ്ക്ക് ഇതേപോലെ ഒരു ഗ്രീൻ കളറും താഴ്ഭാഗത്തായിട്ടൊരു വാടാമുല കളറുമായിരുന്നു. സംഭവം കിട്ടി കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് അത്ര അങ്ങോട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും എനിക്കത് കുറച്ചുകൂടെ ഇഷ്ടപ്പെട്ടു. ഞാൻ മനസ്സിൽ വിചാരിച്ചിരുന്ന ആ ഒരു കളറ് കിട്ടാഞ്ഞോണ്ടായിരിക്കാം എനിക്കത് അങ്ങോട്ട് ഇഷ്ടപ്പെടാതെ വന്നത്. പക്ഷെ തയ്ച്ച ഇട്ടൊക്കെ വന്നു കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ബ്ലൗസ് ഞാൻ ഇതേപോലെ ആയിരുന്നു തയ്ച്ചിട്ടുണ്ടായിരുന്നത്. അധികം ലെങ്ത് ഒന്നും കൊടുക്കാതെ
ഒരു ഷോർട്ട് ബ്ലൗസ് ആയിട്ടായിരുന്നു ഞാൻ തയ്പ്പിച്ചത്. പ്രിൻസസ് കട്ടില് ആലില കഴുത്തൊക്കെ വെച്ച് ബലൂൺ സ്ലീവ് ആയിട്ടാണ് ഞാൻ തയ്പ്പിച്ചത്. ഞാൻ ഇങ്ങനെ തന്നെ ചെയ്യണം എന്ന് പറഞ്ഞ് ചെയ്യിപ്പിച്ചതാണ്. മെറ്റീരിയൽ ആകുമ്പോൾ നമ്മുടെ കംഫർട്ടബിൾ അനുസരിച്ച് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ സ്റ്റിച്ച് ചെയ്തെടുക്കാമല്ലോ. പിന്നെ ദുപ്പട്ടയ്ക്ക് കുറച്ച് ലെങ്ത് കുറവാണ്. ഇതിപ്പോ ഞാൻ ഇടാനായിട്ട് പ്ലീറ്റ് ഒക്കെ എടുത്തൊന്ന് അയൺ ചെയ്ത് വെച്ചിരിക്കുക. അതുകൊണ്ടാണ് ഇതിങ്ങനെ കറക്റ്റ് ആയിട്ട് വടി കണക്കിരിക്കുന്നത്. പിന്നെ അഴിച്ച് നിവർത്തി കാണിക്കുന്നത് ഞാൻ കഷ്ടപ്പെട്ട് കുറെ നേരം ഇരുന്ന് തേച്ചെടുത്തോണ്ടാണ്. പിന്നെ ഞാൻ ഇട്ട് കഴിഞ്ഞപ്പോൾ ഇതേപോലെയാണുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടമായില്ല എന്നുള്ളത് ഒന്ന് കമന്റ് ഡൗൺ ചെയ്യണേ. അപ്പൊ അത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്ത് കമന്റ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പൊ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്തേക്കണേ. അപ്പൊ അടുത്ത വീഡിയോയിൽ കാണാൻ ടാറ്റ.